ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു കേക്ക് ഉണ്ടാക്കാതെ എങ്ങനെയല്ലേ ഒരു ഈസി കേക്ക് റെസിപ്പി, അതും വീറ്റ് ഫ്ലോർ നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കിയാലോ. പിന്നെ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട് കേട്ടോ, മൈദ വെച്ചുണ്ടാക്കുന്ന കേക്കിൻ്റെ 100% പെർഫെക്ഷൻ ഇതിന് എന്തായാലും കിട്ടില്ല. എന്നാലും നമുക്ക് അടുത്ത വരെയൊക്കെ എത്തിക്കാം കേട്ടോ. അപ്പോൾ 1 കപ്പ് മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി ചേർക്കാം. ഡേറ്റ്സ് ചേർക്കുന്നുണ്ട്, ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഓറഞ്ചിൻ്റെ തോലാണ്, ഒരു 1/2 ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ബട്ടറും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ബട്ടറും ഷുഗറും ഒന്ന് മെൽറ്റ് ചെയ്യാനേ പാടുള്ളൂ. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ ഗോതമ്പ് പൊടി, ബേക്കിംഗ് സോഡ, സിനമൺ പൗഡർ, പിന്നെ ഗരം മസാല ഒന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ചൂടാറിയ നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. സ്നേഹത്തോടെ ഒരു ജെൻറ്റിൽ മിക്സേ പാടുള്ളൂ. ഇനി ഗ്രീസ് ചെയ്ത ഒരു പാനിൽ പ്രീ ഹീറ്റഡ് എയർ ഫ്രയറിൽ 175 ഡിഗ്രി 40 to 45 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം. കേക്ക് നല്ലതുപോലെ ബേക്കായതിനു ശേഷം ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് കാരമലൈസ് സിറപ്പ് ഉണ്ടാക്കിയിട്ട് ചൂടോടുക്കനെ തന്നെ അതിൽ ഒഴിക്കണം. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നത്. കളറ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചൂടോടുക്കനെ തന്നെ കേക്കും ഒഴിക്കണം. നമ്മുടെ മീൻ കറിയുടെയൊക്കെ പോലെ ഉണ്ടല്ലോ, പിറ്റേ ദിവസമാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് അറിയുക. മുകളിൽ കാരമലൈസിൻ്റെ ഒരു ക്രഞ്ച്നെസ്സും പിന്നെ പ്ലം കേക്കിൻ്റെ ഒരു സോഫ്റ്റ് ടെക്സ്ചറും കിട്ടും. എന്നാൽ പിന്നെ ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ മെറി ക്രിസ്മസ്.